ഹായ്, ഇന്ന് നമുക്ക് ഒരു അവിൽ മിൽക്ക് റെഡിയാക്കി നോക്കിയാലോ. ഇപ്പം നോമ്പൊക്കെ അല്ലേ, അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അവിൽ മിൽക്ക്. വയറ് നിറയുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. നമുക്കത് നോക്കിയാലോ. അതിന് ആദ്യം വേണ്ടത് പഴം. ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. റോബസ്റ്റ്, ചെറുപഴം, മൈസൂർ പൂവൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. അതുകൊണ്ടാണ് ഞാൻ ഞാലിപ്പൂവൻ പഴം യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാൻ എല്ലാ പഴവും വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ കുറച്ച് ടേസ്റ്റ് ഞാലിപ്പൂവൻ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു 3 ചെറിയ ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര, അതും ഇഷ്ടമുള്ളവർക്ക് ഷുഗർ ഇല്ലാതെ ചെയ്യണമെങ്കിലും ചെയ്യാം, പഞ്ചസാര ഇടാണ്ട് ചെയ്യാം. പഞ്ചസാര ഇട്ടിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അവിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊരി അവിൽ മിൽക്കിൻ്റെ പൊരി അവിൽ പാക്കറ്റിൽ വരുന്നുണ്ട്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അവിൽ മാത്രമായിട്ട് വരുന്നതുണ്ട്, പിന്നെ അതിൽ ഫുൾ മിക്സ് ആയിട്ട് ടൂട്ടി ഫ്രൂട്ടി നട്ട്സ് സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവിൽ മാത്രമുള്ളതാണ്. ഇനിയിപ്പോൾ ഈ പൊരി അവിലല്ല, നമുക്ക് നോർമൽ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിക്കുന്ന അവിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് അവലിട്ടതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് കോരി കഴിക്കുമ്പോൾ കപ്പലണ്ടി ഈ പൊട്ടുകടലൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ടാണ് അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് അതിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കടിക്കുമ്പോൾ കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇനിയിപ്പോൾ ഐസ്ക്രീം ഇട്ട് കഴിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് ഐസ്ക്രീം ചേർക്കാം. എൻ്റെ കയ്യിൽ വാനിലേൻ്റെ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ അതിലൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ല, അല്ലാതെ കഴിക്കാൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഒരു സ്കൂപ്പ് വാനിലയുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പീനട്ടും പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട്. ഉള്ളവർ മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്നും ഇല്ലെങ്കിലും പഴവും അവിലും പാലും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അത് ഈ ഞാലിപ്പൂവൻ പഴം ആകുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വാങ്ങിക്കുമ്പോൾ എന്തായാലും ഞാലിപ്പൂവൻ പഴം മേടിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.